കത്തിച്ചോ. കപ്പ വറുത്തോണ്ടിരിക്കുകയാണ്. മോൻ്റെ കൈ മുറി അതോടെ. ആ ഇല്ലപ്പയ്ക്ക് ഇപ്പം കിട്ടും. ഞങ്ങളുടെ തിയേറ്റർ ആദ്യമായിട്ട് ഇന്ന് സിനിമ ഇടുകയാണ്. നമ്മളെ സേത്തോട്ടിലെ തിയേറ്റർ വന്നു കുഞ്ഞിനിരക്കോയി സിനിമ ഇട്ടു. അപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ കുറിക്കണ്ടേ, ഇവർ അകത്ത് കയറ്റൂലായിരിക്കും, പക്ഷെ ഞങ്ങളിത് എങ്ങനെയെങ്കിലും അകത്ത് കയറ്റും. അയ്യോ ഓർത്ത് എങ്ങനെയുണ്ട് കിടു? ഇഷ്ടപ്പെട്ടോ? അയ്യോ തരുമല്ലോ അപ്പയുടെ സ്വത്തിന്. വറുത്ത് ഞങ്ങൾ പാക്ക് ചെയ്തോണ്ടിരിക്കും കേട്ടോ, തിയേറ്ററിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇടുന്നത് വാരിക്കൊണ്ട് പോകുന്നുണ്ട് എല്ലാവരും. ആ ഇന്നാ സിനിമയ്ക്ക് പോകുന്നേ. അതായത് കപ്പ വറുത്തത് ആർക്കെങ്കിലും വേണമെങ്കിൽ അപ്പം സൂപ്പറായിട്ട് ഉണ്ടാക്കി തരുമെന്നാ പറയുന്നത്. എണ്ണ കുറഞ്ഞു വരുന്നു. സിനിമ 4 മണിക്ക് വൈകിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ. അതായത് ചോറുണ്ട്, കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് 4 മണിയാവും. ചെയ് അടുത്തതായിട്ട് എന്നെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. ചെയ്തോ അണ്ണാണി അണ്ണാണി അച്ഛ വിളിച്ചിട്ടോ ദേവിച്ച് ചരിന്ന് കാണിച്ചു തരാന്ന് പറ. ആ ഒന്നൂടെ അബദ്ധങ്ങൾ മാത്രം പറ്റുന്ന നേർക്കാ. അണ്ണാണി ഒരു ട്രിപ്പ് തോരൻ അരിഞ്ഞ് വെച്ചിട്ട് പോയി. ഇത് സ്ലൈസ് ചെയ്താൽ പോരെ ചേച്ചി, ഞാൻ ചെയ്തു തരാമെന്ന്. അരിഞ്ഞൊന്ന് കാണിച്ച് അരി, എന്നിട്ട് ബാക്കി അരി നോക്കട്ടെ. ഒരു ദിവസം വേണമെന്നൊരു കപ്പയ്ക്ക്. കൈ ഇങ്ങ് ബാക്കി വെച്ചേക്കണേ. ആ ഇവിടെ പാല് കുടിക്കുന്നു. കൂട്ടതിക്കതാരാ നോക്കിയേ, കെട്ടിപ്പിടിച്ച് വെച്ചേക്ക. പാല് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് എടുക്കണം. അതായത് ഞങ്ങൾക്ക് ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ 36 കിലോമീറ്റർ സഞ്ചരിച്ചാലേ ഞങ്ങൾക്കൊരു സിനിമ കാണാൻ പോകാൻ പറ്റും. അങ്ങോട്ട് 36 കിലോമീറ്റർ, ഇങ്ങോട്ട് 36 കിലോമീറ്റർ, പിന്നെ സിനിമയുടെ ഒരു 2-3 മണിക്കൂർ. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ടച്ചാണ് നമ്മുടെ ഒരു സിനിമ എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ തിയേറ്ററിന്റെ ഉദ്ഘാടനം ഇപ്പൊ കഴിഞ്ഞ് ഇന്ന് ആദ്യത്തെ സിനിമ റിലീസ് ആവാണ് ആട് 3. ഞങ്ങൾ കുടുംബത്തോടൊരു വരി ഫുള്ള് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കുഞ്ഞാവ് എവിടെയില്ല, പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ഞങ്ങളുടെ നാട്ടിൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കാണാം. ഇതാണ് ഞങ്ങളുടെ സീതത്തോട്. കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഞങ്ങളുടെ തിയേറ്ററിൻ്റെ പേര് ഗവി ഗാലക്സി എന്നാണ്. ഇതാ ഞങ്ങളുടെ ആദ്യത്തെ സിനിമ. പണ്ട് ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. അതൊന്നും ഇപ്പോൾ ഇല്ല, അതൊക്കെ അന്നേ ഇല്ലാണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഇവർ വിൽക്കത്തില്ല, കാണാൻ വെച്ചേക്കുന്ന ഡെമോ എല്ലാം ഡെമോയാ, ഒന്നും വിൽക്കത്തില്ല. ഇതിലൊരു വിരലെ തൊട്ടേ ആ അപ്പോൾ വിൽക്കത്തില്ല. അതായത് എങ്ങനെ നോക്കിയാലും എല്ലാം നമ്മുടെ നാട്ടുകാർ മാത്രം, ഇവിടെ മൊത്തം അയൽവക്കക്കാർ. അതിൻ്റെ ഒരു സന്തോഷം. എടാ എല്ലാരും നിനക്ക് പിറന്നാളാശംസകളാണല്ലോടാ യൂട്യൂബ് മൊത്തം. ഇതെല്ലാം അറിയുന്നുണ്ടാ അലമ്പാതിക. നീ എവിടെ പോവാ? ഇതാണ് കിടുവിൻ്റെ വര. ഈ വരയ്ക്കിപ്പുറം വന്ന കിടുവിനെ ഞങ്ങൾ ചിറ്റാർ CIക്ക് കാണിച്ചു കൊടുക്കും. ആ CCTV ക്യാമറ വഴി ഇവനെ കാണുന്നുണ്ട് CI. ഇവിടെ നോക്കിയേ, ചിരി വരുന്നുണ്ട്. എന്നാ ഒന്ന് കരയാവോ? നല്ല മോൻ, ഇത്രയും നല്ല മോനെ പറ്റി ആൾക്കാർ ഓരോന്ന് പറഞ്ഞു. അവൻ അടുത്ത കുർത്തക്കെട്ടിന് ചാർജ് ചെയ്യുന്ന എന്ത് ചെയ്യണമെന്നാണ്. കുഞ്ഞാണോ? അപ്പൊ കള്ളക്കുഞ്ഞാണോ? അപ്പൊ മൈലാഞ്ചിട്ട് വന്ന ആരാ? അവിടെ ഒന്ന് വന്നാ അത് ചേട്ടൻ. ഇതെന്തോ ധൈര്യം സംഭരിക്കുവാണോ?
ആരാ നീ മിണ്ടാണ്ടിരിക്കുവല്ലേ? വരക്കിപ്പുറം വരല്ലേ? വരക്കിപ്പുറം നീ വരല്ലേ? എന്നാണീ വരക്കിപ്പുറം വരണ്ട, മാറും. ആ ചേട്ടാ വിളിച്ചേട്ടോ, ചേട്ടാ പിടിച്ചേട്ടാ. അത് തന്നെ, ഒന്നും കിടപ്പ് നോക്കി, വിശാലമായ കിടപ്പ്. ആ ചേട്ടാ ഞാൻ ഇറക്ക് ഒറ്റക്കയ്യെ പിടിച്ച് നടന്നോളൂ. വിട്ടേ അല്ല, ആ നടന്നോ, വിട്ടോ വിട്ടോ. പള്ളിയിൽ പോയി പറഞ്ഞാൽ ചേട്ടാ വിളിച്ച ചേട്ടാ കിടുവാര ക്രോസ് ചെയ്തു. കൈ കിട്ടുന്നു, കൈ തൊട്ടേ ചേട്ടാ. അതൊരു ഉമ്മ എടുത്തേ, ഒരു ഉമ്മ 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 കിടി കിടി ഉമ്മ 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 ഒടുമ്മ തരാവോ, ഒടുമ്മ തരാവോ, ഒടുമ്മ ഉമ്മ. ഉമ്മ എങ്ങനെ ഉമ്മ? അത് ഉമ്മ എങ്ങനെ ഉമ്മ? വേണ്ട മൈൻഡ് ചെയ്യണ്ട. മുട്ട ഇടിച്ച്, മുട്ടയൊന്ന് ചെറുതായിട്ട് ഇടിച്ച് ഗ്ലാസ്. ചോദിച്ചിട്ടൊക്കെ എടുക്കണമെന്നാ ഞാൻ ഈ ബോർഡാണ് എടുത്തേ. ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേന്നല്ലേ? അതായത് ഇവിടെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ വിലയേ ഉള്ളൂ. ഇവിടെ തിയേറ്റർ ആയതുകൊണ്ട് ഒന്നിനും 1 രൂപ പോലും വില കൂടുതലില്ല. ഒക്കെ നോർമൽ റേറ്റ്, പുറത്ത് കിട്ടുന്ന അതേ വില. പലരും പറയുന്നുണ്ട് ഭയങ്കര വില, ഇതിനുള്ളിൽ ഭയങ്കര റേറ്റാണ്. അത് വെറും കള്ളത്തരമാണ്, വെറും തെറ്റിദ്ധാരണയാണ്. 20 രൂപയാണ് പുറത്ത് വെള്ളത്തിനെങ്കിൽ ഇവിടെ 20 രൂപ, 10 രൂപയാണ് പുറത്ത് ചിപ്സിനെങ്കിൽ ഇവിടെയും 10 രൂപ. അതേ വിലയുള്ളൂ, ഒന്നിനും വില കൂടുതലില്ല. ആരും ഒരാളില്ലല്ലോ, കിടൂടെ ഇവിടെ സാധാരണ സിനിമ കഴിഞ്ഞാൽ കിലോമീറ്ററുകളുള്ള യാത്ര ചെയ്യേണ്ട ഞങ്ങൾ ഒറ്റ വളവ് കൊണ്ട് വീട്ടിലെത്തുന്നതായിരിക്കും. നല്ല പടം. അടുത്ത് നിനക്ക് വിറയ്ക്കുന്നോ, തണുക്കുന്നോ? എങ്ങനെയുണ്ട് കിടൂ?